നിങ്ങൾ ആലുവ മണപ്പുറത്ത് പോയായിരുന്നോ? നല്ല അടിപൊളി കാറുകളിലോട്ട് നടക്കണേ. ഒരു സൈഡിലേക്ക് ഫുള്ള് ജനത്തിരക്കാണ്, മറ്റേ സൈഡിലേക്ക് നോക്കുമ്പോഴേ തിരക്ക് കുറവുണ്ട്. അവിടെ ഫുള്ള് ഗെയിംസും കാര്യങ്ങളൊക്കെയാണ്, മരണക്കടലും കാര്യങ്ങളൊക്കെ. അവിടെ പുതിയ റൈഡുകളെല്ലാം ഈ സൈഡിലായിട്ട് വന്നിട്ടുണ്ട്. ഈ സൈഡിലേക്ക് നോക്കുമ്പോൾ അവിടെ സ്കൈ ഡൈനിങ് ഒക്കെ ടോപ്പിൽ കാണാം. അല്ല, എല്ലാം വെറൈറ്റി റൈഡ്സ് ആണ്. കഴിഞ്ഞ തവണ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് വെറൈറ്റി റൈഡ്സും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഫ്ലോറൊക്കെ നോക്കുമ്പോഴായാലും പൊടി പറക്കാണ്ടിരിക്കാൻ വളരെ ആധുനികമായിട്ടും മാറ്റും കാര്യങ്ങളൊക്കെ അടിച്ച് അടിപൊളി പരിപാടി ഉണ്ടോ. റൈഡുകളൊക്കെ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ ഫസ്റ്റ് ടൈം ആണ് കാണുന്നത്. ആകാശവിഞ്ഞാലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, അതുപോലെ വഞ്ചി കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് അടിപൊളിയാണ്. ഇതൊക്കെ വെറൈറ്റി സംഭവമാണ്. മെയിൻ ആയിട്ട് കാണുന്ന സ്കൈ ഡൈനിങ് ആണോ ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് തോന്നിയത്. ഒരു സെക്ഷൻ ഫുള്ള് കുട്ടികൾക്കായിട്ടുള്ള റൈഡുകളാണോ, അതും അവര് പരിഗണിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് മാത്രമുള്ള റൈഡുകൾ ഇഷ്ടം പോലെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. സ്റ്റേജിന്റെ ഏരിയ കൂടെ ഫുഡ് സെക്ഷൻ ആയിക്കോട്ടെ വളരെ നീറ്റ് ആയിട്ട് ഇത്തവണ സെറ്റ് ചെയ്തിട്ടുള്ളത്. വെൽ ഓർഗനൈസ്ഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ മാറ്റൊക്കെ ഇട്ടാൽ വൃത്തിയായിട്ട് പൊടി പറക്കാത്ത രീതിയിലാണ്. കഴിഞ്ഞ തവണയൊക്കെ പൊടിയുടെ ഭയങ്കര സെറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അടിപൊളിയായിട്ട് ഇത്തവണ വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളും വാ, ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത്. നല്ല അടിപൊളി സംഭവമുണ്ട്. ശിവരാത്രി മണപ്പുറം കാണാനായിട്ട് അടിപൊളിയാണ് ഈ തവണ. അപ്പോൾ നല്ല ബിജിയൊക്കെ കഴിച്ച് ഇത് എക്സ്പീരിയൻസ് പോവാട്ടോ. അപ്പോൾ അടുത്ത വീട്ടിൽ വന്നവരെ ബൈ ബൈ.